അതുകൊണ്ട് ജൂതരാഷ്ട്രം എന്ന സങ്കല്പം, ആ അസ്തിത്വം നിലനിർത്താൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പ്രതിജ്ഞാബദ്ധമാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തീരുമാനിക്കുന്നതിന് ഉപരിയായി ഒരു പ്രസിഡന്റ് പോകാനാവില്ല. അതുകൊണ്ടാണ് ജൂതരാഷ്ട്രത്തെ എങ്ങനെയും സംരക്ഷിക്കും. ആത്യന്തികമായി ജൂതരാഷ്ട്രത്തിന്റെ സുരക്ഷ എന്നത് തന്നെയാണ് ഈ കരാറിന്റെ പിന്നിൽ. അതുകൊണ്ട് ഹമാസിന് സ്വന്തമായ രാജ്യമെന്നോ അല്ലെങ്കിൽ ഹമാസ് പലസ്തീൻ കോസ്റ്റിന് വേണ്ടി കോസ്റ്റ് തന്നെ ഇല്ലല്ലോ. ഈ കരാറിൽ പലസ്തീൻ സ്വതന്ത്ര രാജ്യം എന്ന ഒരു ധാരണ ഇതിലില്ല. പക്ഷെ ഹമാസ് പറയുന്നു ആത്യന്തികമായി ഈ ധാരണയുടെ 4-5 ഘട്ടങ്ങൾ കഴിയുമ്പോൾ സ്വതന്ത്ര പലസ്തീൻ തന്നെയാണ്, ഞങ്ങൾ അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ന്യായീകരണമുണ്ട്, ഹമാസിന് ന്യായീകരണമുണ്ട്. തങ്ങൾ എന്തുകൊണ്ട് ആയുധം താഴെ വയ്ക്കുന്നില്ല? ഉത്തരമുണ്ട്. എങ്ങനെ താഴെ വയ്ക്കും? തങ്ങൾ എന്റെ കോസ്റ്റിന് വേണ്ടിയാണ്, ഗാസ ഭരിക്കാൻ വേണ്ടിയല്ലല്ലോ, ഗാസയുടെ ജനങ്ങളെ സംരക്ഷിക്കാനല്ലല്ലോ, ഗാസ മാത്രമല്ലല്ലോ പാലസ്തീൻ, ഗാസയും വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറൂസലേമും അടങ്ങുന്ന 3 പ്രദേശങ്ങൾ ചേർന്ന ആ മുഴുവൻ ഭരണം അത് സ്വതന്ത്രമാകുക. അതുവരെ തങ്ങൾ ആയുധം വെക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തും എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള ശേഷിക്കുന്ന വഴി. അത് സംഭവിക്കുമോ എന്നത് ഒരുപാട് കാര്യങ്ങൾ, ഒരു പക്ഷേ ഏതാനും ദിവസങ്ങൾ, മാസങ്ങൾ, ഒരു പക്ഷേ നിരായുധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി ട്രംപ് കൊടുക്കാം, ഉദാര മനസ്കനായി കൊടുക്കാം. അവിടെയും ഫേംലി എൻട്രഞ്ച്ഡ് ആകുകയാണ് ഹമാസ് എങ്കിൽ വഴികളൊന്നും തന്നെ ഇല്ല ആക്രമണം എന്നതല്ലാതെ. അറബ് രാജ്യങ്ങൾ കൂച്ചുവലും കിട്ടുന്നതുപോലെ ആകും, അവർക്ക് രംഗത്ത് വരാനാവില്ല, അവരെല്ലാം സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.